നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ ബ്ലോക്ക് 2ലെ 3ാമത്തെ യൂണിറ്റായ റെഡി ടു റീഡ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിംഗ് എന്താണെന്ന് നോക്കാം. റീഡിംഗ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്, സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ദാറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെ ഉൾപ്പെടുന്നു? പെർസെപ്ഷൻ ആൻഡ് തോട്ട്, നമ്മുടെ കാഴ്ചപ്പാടും അതുപോലെ ചിന്തകളും. കമ്പൈനിങ് വേർഡ് റെക്കഗ്നീഷൻ, വാക്കുകൾ തിരിച്ചറിയാനുള്ള കഴിവ്. അതുപോലെ കോംപ്രഹെൻഷൻ, മൊത്തത്തിലുള്ള മനസ്സിലാക്കൽ. ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് റീഡിംഗ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ വൺസ് വൊക്കാബുലറി. ഒരാളുടെ പദസമ്പത്ത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തിപ്പെടുത്താൻ എന്തിന് കഴിയുന്നു? റീഡിങ്ങിന് കഴിയുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു എക്സ്പാൻഡ് ദ ഹൊറിസോൺസ് ഓഫ് ഇമാജിനേഷൻ. അപ്പോൾ എന്താണ് ഇത്? നമ്മളെ മറ്റെന്തിനും കൂടി സഹായിക്കുന്നു? എക്സ്പാൻഡ്, വികസിപ്പിക്കാൻ. എന്ത്? ദ ഹൊറിസോൺസ് ഓഫ് ഇമാജിനേഷൻ, നമ്മുടെ ഭാവനയുടെ പരിധി, അതിർവരമ്പുകൾ വികസിപ്പിക്കാൻ, എക്സ്പാൻഡ് ചെയ്യാൻ റീഡിംഗ് സഹായിക്കുന്നു. ഓക്കെ, റീഡിംഗ് ഫർദർ ഡെവലപ്സ് ദ അസോസിയേറ്റഡ് സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ നമ്മുടെ ലിസണിങ് സ്കില്ലിൻ്റെയും സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലിൻ്റെയും ഡെവലപ്മെൻറ്റിനെ ആര് സഹായിക്കുന്നു? റീഡിംഗ് സഹായിക്കുന്നു. ഓക്കെ, ദ ബേസിക്സ് ഓഫ് റീഡിംഗ് ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബേസിക്സ് ഓഫ് റീഡിംഗ്? റീഡിങ്ങിൻ്റെ അടിസ്ഥാനം. ഓക്കെ, നമുക്ക് എങ്ങനെ നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാം? അതിൽ ഒന്നാമത്തേത് ഡിക്ഷണറീസ് ആൻഡ് തിസോറസ്, അതായത് ഡിക്ഷണറികളിലൂടെയും തിസോറസ് എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് ഓഫ് വേർഡ്സ്, ഒരുപാട് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അടങ്ങിയ പുസ്തകത്തിനെയാണ് തിസോറസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് കോണ്ടെക്സ്ച്വൽ ലേണിംഗ്, അതായത് നമുക്കൊരു വാക്കിൻ്റെ അർത്ഥം അൺഫെമിലർ ആണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്തുള്ള വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥവും കണ്ടെത്താവുന്നതാണ്. ദ സറൗണ്ടിങ് വേർഡ്സ് ഓഫ് സെൻറ്റൻസസ് ക്യാൻ പ്രൊവൈഡ് ഹിൻസ് അബൌട്ട് ദ മീനിങ് ഓഫ് ആൻ അൺഫെമിലർ വേർഡ്. അപ്പോൾ അൺഫെമിലർ ആയിട്ടുള്ള ഒരു വാക്കിൻ്റെ മീനിങ് ചുറ്റുമുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? കണ്ടെത്താൻ കഴിയുന്നു. അതാണ് കോണ്ടെക്സ്ച്വൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് വേർഡ് ഗെയിംസ് ആൻഡ് പസിൽസ്. നമുക്ക് ഗെയിംസിലൂടെയും പസിൽസിലൂടെയൊക്കെ ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, നാലാമത്തേത് പ്രാക്ടീസ് വിത്ത് ഫ്ലാഷ് കാർഡ്സ്. ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാർഡിൻ്റെ ഒരു വശത്ത് വാക്കും മറുവശത്ത് ആ വാക്കിൻ്റെ അർത്ഥവും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് ഫ്ലാഷ് കാർഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു വാക്ക് പെട്ടെന്ന്, പുതിയൊരു വാക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സഹായിക്കുന്നു. അഞ്ചാമത്തേത് റീഡ് റെഗുലർലി. നിരന്തരമായുള്ള വായനയും നമ്മുടെ പദസമ്പത്ത് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഡ് റീഡിംഗ് ആണ്. എന്താണ് സ്പീഡ് റീഡിംഗ് എന്ന് നോക്കാം. ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു റീഡ് അറ്റ് എ ഫാസ്റ്റർ പേസ് വിത്തൗട്ട് കോംപ്രമൈസിങ് കോംപ്രഹെൻഷൻ ഈസ് ക്രൂഷ്യൽ, എസ്പെഷ്യലി വെൻ ഡീലിംഗ് വിത്ത് ലാർജ് അമൗണ്ട്സ് ഓഫ് ടെക്സ്റ്റ്. അതായത് നമ്മൾ വലിയൊരു കണ്ടൻറ്റ് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് വായിക്കുകയും അതുപോലെ വായിക്കുന്ന അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി വായിക്കുന്നതിനെയാണ് സ്പീഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീഡ് റീഡിങ്ങിന് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തേത് സ്കാനിങ്ങും മറ്റേത് സ്കിമ്മിങ്ങും. ഓക്കെ, ആദ്യം എന്താണ് സ്കിമ്മിങ് എന്ന് നോക്കാം. സ്കിമ്മിങ് ഈസ് എ റീഡിംഗ് ടെക്നിക്. സ്കിമ്മിങ് എന്ന് പറയുന്ന ഒരു റീഡിംഗ് ടെക്നിക്കാണ്. വെയർ യു ഗ്ലാൻസ് ഓവർ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓർ ഓവർവ്യൂ ഓഫ് ഇറ്റ്സ് കണ്ടൻറ്റ്. അപ്പോൾ എന്താണ് സ്കിമ്മിങ് എന്ന് ഒന്നുകൂടി നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിൻ്റെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും മാത്രം നോക്കി അല്ലെങ്കിൽ മാത്രം വായിച്ചൊരു ജനറൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോം ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ സ്കിമ്മിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ രാവിലെ പത്രം വായിക്കുന്നതൊക്കെ സ്കിമ്മിങ്ങിന് വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഹൗ ടു സ്കിം ഇഫക്റ്റീവ്ലി, നമുക്ക് എങ്ങനെയാണ് വളരെ ഇഫക്റ്റീവായിട്ട് സ്കിം ചെയ്യുന്നതെന്ന് നോക്കാം. റീഡ് ദ ടൈറ്റിൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ആദ്യം ടൈറ്റിലും ഇൻട്രൊഡക്ഷനും വായിക്കുക. ലുക്ക് അറ്റ് ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്ങും നോക്കുക. അതുപോലെ ഫോക്കസ് ഓൺ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസ്, ആദ്യത്തെയും അവസാനത്തെയും സെൻറ്റൻസ് ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താണ്? റീഡ് കീ വേർഡ്സ്, വളരെ പ്രധാനപ്പെട്ട കീ വേർഡ്സ് ഒന്ന് നോക്കുക. അവോയ്ഡ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി ഡിസ്ട്രാക്റ്റഡ് ആവരുത്. ഇതൊക്കെയാണ് നമ്മൾ സ്കിമ്മിങ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. അടുത്ത രണ്ടാമത്തേത് സ്കാനിങ് ആണ്. എന്താണ് സ്കാനിങ് എന്ന് നോക്കാം. സ്കാനിങ് ഈസ് അനദർ റീഡിംഗ് ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് സെർച്ചിങ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓർ ഡീറ്റെയിൽസ് വിത്തിൻ എ ടെക്സ്റ്റ്. ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രം കണ്ടുപിടിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ സ്കാനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ ഫുൾ കണ്ടൻറ്റ് വായിക്കുന്നില്ല, പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ഡിക്ഷണറിയിൽ നിന്ന് നമ്മളൊരു വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുന്നത് എന്തിനുദാഹരണമാണ്? സ്കാനിങ്ങിന് ഉദാഹരണമാണ്. ഹൗ ടു സ്കാൻ ഇഫക്റ്റീവ്ലി. അപ്പോൾ സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നോ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക.
ഉദാഹരണത്തിന് നമുക്ക് ഒരു ഫോൺ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ ഫാക്റ്റ് ആയിരിക്കാം, ഒരു പർട്ടിക്കുലർ വസ്തുതയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കീ വേർഡ്സ് സെർച്ച് ചെയ്യുന്നതായിരിക്കാം. അടുത്തത് മൂവ് യുവർ ഐസ് റാപ്പിഡ്ലി. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ വളരെ വേഗത്തിൽ വേണം മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഫോക്കസ് ഓൺ കീവേഡ്സ്. നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം, നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കീവേഡ്സ് കണ്ടെത്തുക. അടുത്തതായിട്ട് യൂസ് വിഷ്വൽ ക്യൂസ്, അതായത് വിഷ്വൽ ക്യൂസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫാക്റ്റ് എന്തിൽ എഴുതിയിരിക്കും? ഹൈലൈറ്റഡ് ആയിട്ട് എഴുതിയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇറ്റാലിക്സിലോ ബോൾഡ് ലെറ്റേഴ്സിലോ ഒക്കെ എന്ത് ചെയ്തിരിക്കാം, അത് അടയാളപ്പെടുത്തിയിരിക്കാം. അതൊക്കെ വിഷ്വൽ ക്യൂസിന് ഉദാഹരണമാണ്. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതെ നോക്കുക. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതായത് നമുക്ക് എന്ത് സ്പെസിഫിക് ഇൻഫർമേഷനാണോ ഗ്യാദർ ചെയ്യേണ്ടത് അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്